സാറേ, കാനഡയിൽ കഴിഞ്ഞ ദിവസം ഖലിസ്ഥാൻവാദികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടായ്മയിൽ അവർ പറയുകയാണ്, കാനഡ ഞങ്ങളുടേതാണ്. അവിടുത്തെ കാനഡയിലുള്ള ആളുകൾ നിങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് പോകണം, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, നിങ്ങൾ പോകേണ്ടത് ഇംഗ്ലണ്ടിലേക്കാണ്, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആളുകളല്ല. അപ്പോൾ ഒരാൾ വന്ന് പറയുന്നുണ്ട്, ആ വീഡിയോ വൈറലായ ഒരു വീഡിയോ ആണ്. അയാൾ പറയുന്നുണ്ട് ഇത് ലൈവ് കാണിക്കണം, ലൈവായിട്ട് പോകണം. അപ്പോൾ ആ ലൈവിൽ ഇയാൾ പറയുന്നത് നിങ്ങൾ ഇവിടം വിട്ട് പോകണം, ഇത് ഞങ്ങളുടെ രാജ്യമാണ് എന്ന് ഖലിസ്ഥാൻ, അതായത് ട്രൂഡോ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഖലിസ്ഥാൻവാദികളെ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്, അവർ പറയുന്നു ഇത് ഞങ്ങളുടെ രാജ്യമാണ്, നിങ്ങൾക്ക് ഇവിടെ യാതൊരു കാര്യമില്ല, നിങ്ങൾ ഇംഗ്ലണ്ടിലേക്കോ എവിടെയെങ്കിലുമൊക്കെ പോവുക എന്നാണ് പറയുന്നത്. ഏതാ ഭ്രാന്തൻ എന്തോ പറഞ്ഞത്, ബോധം പേരുള്ള ആരെങ്കിലും പറയും. ചിലപ്പോൾ നമ്മുടെ ഡോവലിൻ്റെ പണിയായിരിക്കും. അവരുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ചാളുകളെ ഹൈജാക്ക് ചെയ്തിട്ട് എക്സ്ട്രീം ലൈനിലേക്ക് പോയിട്ട് അവരെ അവിടെ സാഹിബിൻ്റെ മുന്നിൽ എക്സ്പോസ് ചെയ്യിപ്പിക്കും. അങ്ങനെ ആയിരിക്കും. അല്ലാതെ അവർ പറയേണ്ട ആവശ്യമില്ല, ലോജിക്ക് വേണ്ടി. കാനഡ അവരെക്കാട്ടും മുമ്പ് ഈ വെള്ളക്കാരെത്തിയതാണ്. അതിന് മുമ്പ് അവിടെ ആദ്യം നിവാസികളുണ്ടായിരുന്നു. റെഡ് ഇന്ത്യൻസ് വിവാദപ്പെട്ട ആളുകളുടെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ നാട് അവരുടേതൊക്കെയാണ്. അപ്പോൾ അത് അത്യാവശ്യം ഒരു ചരിത്രബോധമുള്ള ആളുകൾക്ക് അത് അറിയും. ഖലിസ്ഥാൻവാദികൾ അങ്ങനെ ഒരു ആരോപണം ആവശ്യമില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ഖലിസ്ഥാൻവാദിയെ പഞ്ചാബിൽ ഖലിസ്ഥാൻ സ്ഥാപിക്കണം, പഞ്ചാബ് അവരുടെ രാജ്യമാണ് എന്നുള്ള ഭാഷ ഉണ്ടെങ്കിൽ റൈറ്റ്, അത് ശരിയാണ്. അതൊരു ഡോബലിൻ്റെ പ്ലാൻ ആവാനാണ് സാധ്യത. അല്ലാതെ നന്നായി മണ്ടത്തരൊന്നും അവർ കാണിക്കില്ല. അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല അത്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് അങ്ങനെ ഒരു ഖലിസ്ഥാൻവാദം ഉന്നയിക്കുന്നവർ അതൊരു പാഷനാണ്. അതെങ്ങനെ അവർ മെറ്റീരിയലൈസ് ചെയ്ത് കാട്ടാനാണ് ആഗ്രഹിക്കുക. അതിനവർ നിൽക്കുന്ന സ്ഥലം ഇരിക്കുന്ന കൊമ്പ് അവർ നോക്കിയില്ല. അങ്ങനെ ചെയ്ത ആളുകളുണ്ട്, അതിനൊരു എക്സാമ്പിളുണ്ട്. അതാണ് തമിഴ് തീവ്രവാദികൾ. രാജീവ് ഗാന്ധിയുടെ വധമാണ് അവരുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം. രാജീവ് ഗാന്ധിനെ അവർ കൊന്നിട്ടില്ലായിരുന്നെങ്കിൽ ശ്രീലങ്കയിൽ ഒരുപക്ഷെ പകുതി അവർ ഭരിക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവരുടെ മുന്നിൽ ടെററിസ്റ്റുകളാണെങ്കിലും മിലിറ്ററി ആണെങ്കിലും ഇവരിത്തരം മുമ്പുണ്ടായ പരാജയങ്ങളും ഇപ്പോൾ അലക്സാണ്ടർ തൊട്ടുള്ള യുദ്ധങ്ങൾ അതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന യുദ്ധങ്ങൾ, അതായത് ഡീക്കോ പേർഷ്യൻ വാർ തൊട്ടിട്ട് മിലിറ്ററി ആർമി പഠിപ്പിക്കുന്നുണ്ട്. മിലിറ്ററി ടെക്നോളജി സ്ട്രാറ്റജീൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട എല്ലാ ആർമികളും ഇതുവഴി മഹാഭാരതം, ഇപ്പോൾ ഇന്ത്യൻ ആർമിയൊക്കെയാണെങ്കിൽ മഹാഭാരത യുദ്ധം, രാമായണ യുദ്ധമൊക്കെ അവർ പാഠ്യപദ്ധതിയുണ്ട് അവരുടെ. ഇങ്ങനെ അന്ന് പറ്റിയ അബദ്ധങ്ങളും അതുപോലെ തന്നെ അന്ന് ഉണ്ടായ വിജയങ്ങളും രണ്ടും പഠിച്ചിട്ടാണ് സ്ട്രാറ്റജി അവർ രൂപീകരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കാനഡൻ്റെ സപ്പോർട്ടോടുകൂടി ആൻറ്റി ഇന്ത്യൻ ഖലിസ്ഥാൻവാദം കളിക്കുന്ന ആളുകൾ കാനഡനെയും സാഹിബിനെയും പിണക്കുന്ന രീതിയിൽ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് അതിനകത്ത് കുറേ ആളുകളുണ്ട്. അപ്പോൾ അതിൽ ആരെങ്കിലും ഒരാൾ ഇയാളെ വിലക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അല്ല, അതെന്ന് വെച്ചാൽ ഈ വിവരമില്ലാത്ത ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ കുറേ ആളുകളെ കൂട്ടി ജിഹാദ് ഇപ്പം വേണം, ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കണം, ഏതെങ്കിലും ഭ്രാന്തം പറഞ്ഞു വിചാരിച്ചോ, ആ കൂടെയുള്ള അവൻ്റെ പോലെ തന്നെ ഇരിക്കുന്ന ഭ്രാന്തന്മാർ വിചാരിക്കും ആ ശരിയാണ്, മൂപ്പര് ഭയങ്കര കൈയടിയായിരിക്കും. അവിടെ ഞാനൊക്കെ പോയി വന്നിട്ട് നിങ്ങൾ മണ്ടത്തരം പറയുന്നത് വന്നാൽ നമ്മൾ അന്നപ്പോൾ അമ്മ അവിടെ തിട്ട് തീർക്കും. അതാണ് ഈ സൈക്കോളജിയിലെ പ്രശ്നം. മണ്ടന്മാരായിരിക്കും. ഈ മണ്ടന്മാരെ കൂട്ടത്തിൽ ഒരാളെ നിങ്ങൾക്ക് ട്രിഗർ ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ വിപ്ലവവും നടന്നിട്ടുള്ളത്. വിപ്ലവം നാട്ടുകാർ അങ്ങ് നേരെ പോയിട്ട് ഉണ്ടാക്കിയൊന്നല്ല. ഇതിൻ്റെ പിന്നീട് ഇൻ്റലക്ച്വൽ വിങ് ഉണ്ടായിരുന്നു, ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, സെൻട്രൽ ഹെഡ് ക്വാർട്ടേഴ്സ്. അവിടെ നിന്നുള്ള തീരുമാനങ്ങൾ മാസിൻ്റെ ഹിസ്റ്റീരിയാക്കി മാറ്റുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഇത് സ്വാഭാവികം എനിക്ക് തോന്നുന്നു ഡോവലല്ല പോയി, ഡോവലിൻ്റെ പദ്ധതി ഇരിക്കും. ഞാൻ നിങ്ങൾ വന്നിട്ട് ഡോവൽ ഓൾറെഡി പണി തുടങ്ങിയിട്ടുണ്ടാവും. അല്ല, കാനഡയിൽ അങ്ങനെ ഡോവൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ട്രൂഡോ അവർക്ക് അനുകൂലമായിട്ടൊരു നിലപാട് എടുത്തു നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അവിടെ തന്നെയാണ് ഈ ഖലിസ്ഥാൻവാദം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അവിടെ നിന്നിട്ട് ഇന്ത്യക്ക് നിരന്തരം ബോംബ് ഭീഷണി മുഴക്കുന്നു, വിമാനങ്ങൾ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതുപോലെ ഓരോ സംഭവങ്ങളും അവരവിടെ നിന്ന് ആസൂത്രണം ചെയ്യണമല്ലോ. അതല്ലേ ഡോവലിൻ്റെ ബുദ്ധി. ഈ പണ്ട് വിമാനം ആസൂത്രണം ചെയ്തിട്ടാണ്. അങ്ങനെയാണ് കനിഷ്ക എയർലൈൻസിൻ്റെ സ്ഫോടനം ഉണ്ടായത്. അത് ഇന്റലിജൻസ് ഇന്ത്യനെ അറിയിച്ചതാണ്. ഇന്ത്യൻ ഇന്റലിജൻസ് കനേഡിയൻ ഇന്റലിജൻസിനെ അറിയിച്ചാണ്. അവരെ ബോധപൂർവ്വം അവഗണിച്ചു. ആ വിചാരണയിലുടനീളം കാനഡ വാസ് വിത്ത് 6 എക്സ്ട്രീമിറ്റ്സ് ടെററിസ്റ്റ് അവരുടെ ഉണ്ടായിരുന്നത് കാനഡ. അത് കാനഡ കൂടി കണ്ണടച്ചുകൊണ്ടുണ്ടായ ദുരന്തമാണ്. ആളുകളെ രക്ഷപ്പെടുത്താൻ കനേഡിയൻ ഗവൺമെൻറ് പങ്കും വഹിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്താ വെച്ചാൽ ഈ വെസ്റ്റേൺ കൺട്രീസ് ഇൻക്ലൂഡിങ് അമേരിക്ക വാസ് അഗേൻസ്റ്റ് ഇന്ത്യ. അതുകൊണ്ട് ഇവരെന്താണ്, ഒരു കാനഡയെ അവരുടെ കൂടെ വന്നതാണ്. നമ്മളന്ന് സോവിയറ്റ് ഏരിയയിലായിരുന്നല്ലോ. സോവിയറ്റ് ഏരിയയിലായിരുന്നില്ല, പക്ഷേ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു.
അപ്പം അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇതിൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഇപ്പം ഇന്ത്യയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. കാനഡയുടെ മണ്ണ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നു, ഖലിസ്ഥാൻവാദികൾ ഭീകരവാദികൾ ഉപയോഗിക്കുന്നു. ഭീകരവാദം ആര് ചെയ്താലും ഇന്ന് ലോകത്തത് വെറുക്കപ്പെട്ട ടൈമാണ്. അതെ, സ്റ്റേറ്റുകൾ നടത്തുന്ന ഭീകരവാദം മാത്രമാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പം പട്ടാള ഭരണം എന്ന് വെച്ചാൽ ഭീകരവാദം തന്നെയാണ്, അതിന് വലിയ പ്രശ്നമില്ല. അതിന് ഭീകരവാദം എന്ന് വെച്ചാൽ അത് ലോകത്ത് വെറുക്കപ്പെട്ടൊരു ടൈമാണ്. ഇപ്പം പല മുസ്ലിം രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും സത്യത്തിൽ ഭീകര രാജ്യങ്ങളാണ്. പക്ഷെ അവരെ നിങ്ങൾ ഭീകര രാജ്യങ്ങളെ കൂട്ടാറില്ല, കാരണം ഗവൺമെൻറ്റാണ്. ആകപ്പാടെ താലിബാനെ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. പലരും ഇതിലാണ്, പല രാജ്യങ്ങളും ആ മേഖലയിലുള്ള പല രാജ്യങ്ങൾക്ക് ഈ സ്വഭാവമുണ്ട്. അത് നമ്മളിപ്പോൾ അതിലേക്ക് പോകണ്ട. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പം ഈ രീതിയിൽ അവരെ എക്സ്പോസ് ചെയ്യിപ്പിക്കുക എന്നുള്ള സ്ട്രാറ്റജീൻ്റെ ഭാഗമാക്കിയത്. അതിനകത്ത് വെച്ച് ഒരു തല വെച്ച് കൊടുക്കും, വെച്ചെടുക്കും. പൈസ കിട്ടിയാൽ പറയാത്താരുണ്ട്. യൂദാസ് ചെയ്ത പണിയാണ് തയ്യാറ്. ജീസസിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു യൂദാസ്. പത്രോസൊക്കെ സത്യത്തിൽ പിന്നാണ് വരുന്നത്. യൂദാസിൻ്റെ സുവിശേഷം എന്ന സാധനം വരുന്നുണ്ട്. അത് ക്രിസ്ത്യാനികൾ ഒഫീഷ്യലി അംഗീകരിച്ച ഒരു സാധനമല്ല. എന്താ അപ്പോക്രിപ്റ്റോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന തള്ളിക്കളഞ്ഞതില്ലേ, ആ കൂട്ടത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ അതിൽ യൂദാസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങയെ ശരിക്കും തിരിച്ചറിഞ്ഞ ആൾ ഞാനേ ഉള്ളൂ. ഞാൻ അങ്ങ് ഇവിടെ ജീവിക്കേണ്ട ആളല്ല, ഞാനതുകൊണ്ട് അങ്ങയെ സഹായിക്കുകയായിരുന്നു. അങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒഫീഷ്യൽ ബൈബിളിൽ ഇല്ലാത്ത ഒരുപാട് സാധനങ്ങൾ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അധികം നമുക്ക് അലക്സാണ്ട്രിയ എന്നാണ് കിട്ടിയത്. അലക്സാണ്ട്രിയ ഈ കോപ്റ്റിക് ക്രിസ്ത്യാനി ഉണ്ട് അവിടെ, സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ, അവരെ പോലെ ഒരു കേന്ദ്രമായിരുന്നു ഈ പറയുന്ന നാറ്റീവ് ക്രിസ്ത്യൻസിൻ്റെ. ക്രിസ്ത്യൻ നമ്മൾ കാണുന്ന മാത്രമല്ല, ഒരുപാട് ഇപ്പം ലോകത്ത് ഒരു പക്ഷേ ഈസ്റ്റിൽ ജീസസിൻ്റെ റോമ ക്രിസ്ത്യാനിറ്റി ആകുന്നതിന് മുമ്പ് ക്രിസ്ത്യാനിറ്റി എത്തിയ സ്ഥലമാണ് ഇത് ഈ പറയുന്നത് എത്യോപ്യ. എത്യോപ്യയിൽ വേറെ ക്രിസ്ത്യൻ ട്രഡീഷൻ ഉണ്ട്. അവിടുത്തെ ബൈബിളൊക്കെ ഭയങ്കര വെറൈറ്റി ഉള്ള സാധനങ്ങൾ. ഇവിടെ നിരോധിച്ച പല പുസ്തകങ്ങൾ അവിടെ ഒഫീഷ്യലാണ്. ക്രിസ്തുമതത്തിൻ്റെ അടുത്ത് നിങ്ങൾ നമ്മൾ ഈ ഒഫീഷ്യൽ സാധനമല്ലേ കാണുന്നുള്ളൂ. ഇനി പറഞ്ഞപ്പോൾ ഈ അമേരിക്കൻ ക്രിസ്ത്യാനിറ്റി അല്ലാതെ ട്രഡീഷൻ, ഈ സിറിയൻ ക്രിസ്ത്യാനിറ്റി പോലുള്ള ട്രഡീഷണൽ സാധനങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട്. ആ സാധനങ്ങൾ ഏറ്റവും ശക്തമാണ് സിറിയൻ ക്രിസ്ത്യാനികൾ. അതാണ് എൻ്റെ വ്യത്യാസം. അത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പം ഇതങ്ങനെ ഇത് നമ്മളെ രാജ്യത്തിൻ്റെ തന്ത്രമായിരിക്കും. കാരണം ഇവരെ എക്സ്പോസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇവന്മാർ ചെയ്യില്ല. ഇവന്മാർ ബുദ്ധിയില്ലാത്ത ആളുകളല്ലല്ലോ. ഇവന്മാർക്ക് വേണ്ടി ഇന്ത്യക്കെതിരെ അവന്മാർ പറയും. ഇന്ത്യക്കെതിരെ പഞ്ചാബിനെതിരെ അവന്മാർ പറയും. ഈ ശ്രീലങ്കൻ്റെയൊക്കെ പുലികൾ എക്സാമ്പിളുകളൊക്കെ അവരുടെ മുന്നിലുള്ള സാഹചര്യത്തിൽ അവരൊരിക്കലും അങ്ങനെ മണ്ടത്തരം കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രത്യേക രാജ്യം വേണമെന്നുള്ളതാണ് അവർ ആവശ്യം. അത് അവർ ഇവിടെ കാനഡയിലല്ല, ഇവിടെ പഞ്ചാബിൽ വേറെ പ്രശ്നമുണ്ട്. പാകിസ്ഥാനൊക്കെയാണ് അവന്മാരെ സഹായിക്കുന്നത്. അവന്മാരുടെ പിന്നെ ഈ പറഞ്ഞ ഖലിസ്ഥാനെ പാകിസ്ഥാൻ പഞ്ചാബ് കൂടി ഉൾക്കൊള്ളുന്നതാണ്. അതും കൂടെ. അപ്പം കാനഡയിൽ അവർ ചോദിക്കും വേറൊരു രാജ്യം, അതിപ്പോഴും ചോദിക്കുകയല്ല, ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തതിനേ ചോദിക്കുള്ളൂ. അത് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നടക്കില്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ ആ ചിന്തയിൽ നിന്ന് ഉണ്ടായതാണ് ഇങ്ങനെ ഒരു അത് വരും. പക്ഷെ അത് പറയാൻ സമയമായിട്ടില്ലല്ലോ. നമ്മൾ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലെ പല സംഘടനകളും ഇവിടെ ജനാധിപത്യം അംഗീകരിക്കുന്നുണ്ടോ? പുറത്തേ അവർ പറയുന്നുള്ളൂ. പക്ഷെ ആരെങ്കിലും പുറത്ത് മാത്രമേ ജനാധിപത്യം അംഗീകരിക്കുന്നുള്ളൂ. അകത്ത് അവർ അംഗീകരിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവരെ പുറത്ത് പറയോ? അവർ ആദ്യം വന്ന് പറയുന്നത് ഡെമോക്രസിയാണ്. അതാണ് അതിൻ്റെ സ്ട്രാറ്റജിയാണത്. അതുപോലെ തന്നെയാണ് ഡോവലാണ് അതിന് പിന്നിൽ. പിന്നെ ഡോവൽ നിങ്ങൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ മൊസാദിൻ്റെയൊക്കെ ആളുകളെ പറ്റി നമുക്ക് ധാരണയൊക്കെ ഉണ്ട്. പക്ഷേ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ ലോകത്തെ നമ്പർ 1 ചാനൽ ഇപ്പോൾ മൊസാദാണ്. മൊസാദല്ല, ഡോവലാണ്. പുട്ടിനൊക്കെ വിരമിച്ച് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കല്ലേ. ഒഫീഷ്യൽ ആ പദവിയിൽ നമ്പർ 1 ചാരൻ ഡോവലാണ്. ഡോവലിനെ പണി കിട്ടി കഴിഞ്ഞതിന് ശേഷം ആളെ പേര് അറിഞ്ഞു. അങ്ങനത്തെ ഒരു പണിയാവാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.